ഇടുക്കി ജില്ലാ PSC ഓഫീസ് ആസ്ഥാനത്തിന് കെട്ടിട നിർമ്മാണ നടപടികൾ ഇഴയുന്നു. കെട്ടിട നിർമ്മാണത്തിനായി നഗരസഭ സ്ഥലം വിട്ടു നൽകിയിട്ട് 6 വർഷം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 7.5 കോടിയുടെ ഭരണാനുമതി കഴിഞ്ഞ ജൂണിൽ ലഭിച്ചിട്ടും ഇതുവരെ യാതൊരു തുടർ നടപടിയുമില്ല. നിർദ്ദിഷ്ട സ്ഥലം കാട് കയറി നശിക്കുകയാണ്. സർക്കാർ അനാസ്ഥയെന്ന ആക്ഷേപവും ശക്തമാണ്. കട്ടപ്പനയ്ക്ക് തിലകക്കുറിയാകേണ്ട ജില്ലാ PSC ഓഫീസ് കെട്ടിടം നിർമ്മിക്കേണ്ട നിർദ്ദിഷ്ട സ്ഥലമാണിത്. സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ലഭ്യമാക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 2018 നവംബർ 7-നാണ് PSCക്ക് 20 സെന്റ് സ്ഥലം നഗരസഭ അമ്പലക്കവലയിൽ വിട്ടു നൽകിയത്. പിന്നീട് വഴിക്കായും 2 സെന്റ് സ്ഥലവും കൂടുതൽ നൽകി. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ബഹുനില മന്ദിരം നിർമ്മിക്കാൻ 7.5 കോടി രൂപ അനുവദിച്ച് 2023 ജൂണിൽ ഭരണാനുമതിയും ലഭിച്ചതാണ്. എന്നാൽ ഈ സ്ഥലം ഇപ്പോൾ കാട് കയറി കിടക്കുന്ന സ്ഥിതിയാണ്. വാടക കെട്ടിടത്തിൽ തന്നെ തുടരാനാണെങ്കിൽ നഗരസഭയുടെ സ്ഥലം എന്തിന് PSC ഏറ്റെടുത്തുവെന്നും സർക്കാർ അനാസ്ഥ അവസാനിപ്പിച്ച് ഉടൻ കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. കട്ടപ്പനയിലെ PSC ഓഫീസിന് ഏതാണ്ട് 22 സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റി വിട്ടുകൊടുത്തിട്ട് 6 വർഷങ്ങൾ കഴിഞ്ഞു. PSCയുടെ ഓഫീസ് പ്രവർത്തനത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം വിട്ടുകൊടുത്തില്ല എങ്കിൽ ഉടൻ തന്നെ കട്ടപ്പനയിൽ നിന്ന് PSC ഓഫീസ് മാറ്റുമെന്നൊക്കെ പറഞ്ഞ് അന്തിമ ശാസനം നൽകിയാണ് മുനിസിപ്പാലിറ്റിയുടെ കയ്യിലിരുന്ന 22 സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റി PSCക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഹൈറേഞ്ചിലെ ഒരുപാട് യുവജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു ഓഫീസ് എന്നുള്ള നിലയിൽ അത് ഇവിടുന്ന് നഷ്ടമാകുന്നത് നമ്മുടെ പ്രദേശത്തിന് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിനിടയാകും എന്ന് കണ്ടതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി അമ്പലക്കവലയിലുള്ള 20 സെന്റ് സ്ഥലം ആദ്യം വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം വഴിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2 സെന്റ് സ്ഥലം കൂടി അവർക്ക് നൽകുകയും ചെയ്തു. 2023 ബഡ്ജറ്റിൽ 7.5 കോടി രൂപ അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് പ്രൊവിഷൻ ഉണ്ടാവുകയും അതിന് ഭരണാനുമതി കൊടുക്കുകയും ചെയ്തതാണ്. 200 കുട്ടികൾക്ക് ഒരേ സമയം ഓൺലൈൻ പരീക്ഷ നടത്തുന്നതിനുള്ള വലിയ ഹാളും അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വിഭാഗവും 4 നിലകളിലുള്ള വലിയ ഒരു ഓഫീസ് സമുച്ചയമാണ് PSC വിഭാവന ചെയ്തിരുന്നത്. ഏതാണ്ട് 50-ലധികം ജീവനക്കാർ ഉള്ള ഒരു ഓഫീസായി അത് മാറും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 6 വർഷക്കാലമായിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒന്നും അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥലം മുഴുവൻ ഇപ്പോൾ കാട് കയറി ഇഴജന്തുക്കളുടെയും എല്ലാം കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യത്തിൽ PSCയും അതോടൊപ്പം തന്നെ സർക്കാരും വളരെ ഗൗരവമായ വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ ഉള്ള ക്യാബിനറ്റിലുള്ള ഒരു മന്ത്രി പ്രതിദാനം ചെയ്യുന്ന ഈ നിയോജക മണ്ഡലത്തിലെ PSC ഓഫീസിൻ്റെ ഗതി ഇന്നത്തെ നിലയിലായിരിക്കുന്നതിൽ അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു തരത്തിലുള്ള സാങ്കേതികത്വങ്ങളും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും 6 വർഷം മുമ്പ് പൂർത്തിയായതാണ്. വഴിയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ അതുപോലും മുനിസിപ്പാലിറ്റി അതൊരു തടസ്സമായി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി വഴിക്ക് ആവശ്യമായ സ്ഥലവും മുനിസിപ്പാലിറ്റി വിട്ടുകൊടുത്തതാണ്. ഇപ്പോൾ ഈ കെട്ടിട നിർമ്മാണം നടക്കാതിരിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ന് PSC ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസ് കോംപ്ലക്സ് വേണമെന്നുള്ള PSCയുടെ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്തതാണ്. ഇങ്ങനെ അവിടെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ 22 സെന്റ് സ്ഥലം അവർ വാങ്ങിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് 6 വർഷക്കാലമായി എന്നുള്ളത് കൊണ്ട് ഒന്നെങ്കിൽ ഓഫീസ് അവിടെ പണിയാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കണം. കാരണം ഒരാവശ്യമില്ലാത്ത ഇപ്പോൾ എന്തോരം ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ സ്ഥലമില്ലാത്തതിൻ്റെ പേരിലൊക്കെ പ്രവർത്തിക്കുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവുകയും സംസ്ഥാന ഗവൺമെൻറ് ഇതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്ന 7.5 കോടി രൂപ ഏറ്റവും വേഗം PSCക്ക് കൊടുത്ത് അതിന് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കാനായിട്ട് തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത്.
കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ 4ാം നിലയിലാണ് ജില്ലാ PSC ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 40-ലധികം ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. നിലവിൽ സ്ഥലപരിമിതികൾ ഒട്ടേറെയുണ്ട്. 200 പേർക്ക് ഒരേ സമയം പരീക്ഷ നടത്താവുന്ന ആധുനിക നിലവാരത്തിലുള്ള ഓൺലൈൻ പരീക്ഷാ ഹാൾ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കാനാണ് ഭരണാനുമതി ലഭിച്ചത്. 4 നിലകളിലായി ഗസ്റ്റ് റൂം, ഇന്റർവ്യൂ ഹാൾ, റിക്രൂട്ട്മെന്റ് വിംഗ്, സർവീസ് വെരിഫിക്കേഷൻ വിംഗ്, എക്സാം സെക്ഷൻ, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവ കെട്ടിടത്തിലുണ്ടാകും. പാർക്കിംഗ് ഉൾപ്പെടെ ഇത്തരം വിപുലമായ സൗകര്യത്തോടെയുള്ളതാകും കെട്ടിടമെന്ന് പറയുമ്പോഴും കെട്ടിടം എന്ന് നിർമ്മിക്കുമെന്നതിന് ഒരു ധാരണയുമില്ല. സ്ഥലം ഏറ്റെടുത്ത ശേഷം അവിടെ അരമതിൽ കെട്ടി PSC വക സ്ഥലമെന്ന് ബോർഡ് പതിച്ചിരുന്നു. ഇപ്പോഴതുമില്ല. സ്ഥലം വിട്ടു നൽകിയ നഗരസഭ വിഷയത്തിൽ കാര്യമായി ഇടപെടണമെന്നും വാടക നൽകി പണം കളയാതെ അടിയന്തരമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ സർക്കാരും തയ്യാറാകണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ PSCയുടെ ഒരു ആസ്ഥാനം അനിവാര്യമാണ്. ഇപ്പം നിലവിൽ അത് സ്ഥിതി ചെയ്യുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ്, ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ. സൗകര്യങ്ങൾ തീരെയില്ലാത്ത ഉദ്യോഗാർത്ഥികൾ നിരവധി വരുന്ന PSC ആസ്ഥാനത്ത് ഒരു നേരെ ചൊവ്വേ ഒന്ന് വാഹനം പാർക്ക് ചെയ്യാനോ ആളുകൾക്ക് കൃത്യമായി എത്തിച്ചേരാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് നിലവിൽ PSCയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ 2018 ഈ ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും ഈ സ്ഥാപനം മാറ്റി പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി കട്ടപ്പന നഗരസഭ തന്നെ 2018 സ്ഥലമനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. സ്ഥലമനുവദിച്ച് നൽകുകയും ഇത്രയും വർഷങ്ങളായിട്ട് സ്ഥലമനുവദിച്ച് നൽകിയതിന് ശേഷം അതിന് 7.5 കോടി രൂപ അനുവദിക്കുന്നു, അതിനുശേഷം ഭരണാനുമതി ലഭിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പണിയാതെ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഇതിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പണം സർക്കാർ അനുവദിച്ചു, ഭരണാനുമതി ലഭിച്ചു, അതിനുശേഷവും എന്തുകൊണ്ടാണ് ഇത്രയും വീഴ്ച വരുത്തുന്നത്? തീർച്ചയായിട്ടും പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. നിർമ്മാണം സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ച് പേപ്പർ വർക്കുകൾ കൂടെ തീരാനുണ്ടെന്നാണ് PSCയുടെ വിശദീകരണം. വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന ഉദ്യോഗാർത്ഥികളും ഓഫീസിലെ ജീവനക്കാരും സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കാട് കയറി ഇഴജന്തുക്കൾക്ക് വാസസ്ഥലമൊരുക്കാതെ സ്ഥലത്ത് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ മരുന്നുകൾക്കും 15 മുതൽ 60% വരെ വിലക്കുറവ്. സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും. ജനറിക് മരുന്നുകൾക്ക് 70% വിലക്കുറവ്. ബ്രാൻഡഡ് മെഡിസിൻസ്, ഫുഡ് സപ്ലിമെന്റ്സ്, സർജിക്കൽ ഐറ്റംസ്, പെറ്റ് ഫുഡ്, ആയുർവേദിക് മെഡിസിൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബേബി കെയർ പ്രൊഡക്ട്സ്. രാത്രി 2 മണി വരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.